പുഡിംഗ് എല്ലാം കഴിഞ്ഞ് പപ്പ ഇതാ ഹലോ എവ്രിവൺ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എന്റെ മലയാളം കുറച്ച് ക്രാക്കിംഗ്. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ജബൽ ഷംസ്. ആൻഡ് നൗ ദ ടൈം ഈസ് 4:50. മസ്കറ്റിൽ നിന്ന് ജബൽ ഷംസ് 240 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 3.5-4 hours. എല്ലാരും പാതി ഓർക്കുന്ന എണീച്ചിട്ട് ഒരേ പോക്ക. അവിടെ എത്തിയിട്ട് ഐസ് കാണാൻ വേണ്ടിട്ടുള്ള പരിപാടി. അവിടുത്തെ ടെമ്പറേച്ചർ ബൈ ദ വേ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാവും. അപ്പം വഴിക്കുന്ന് സംസാരിക്കാം. സമയം ഇപ്പൊ 5:52 ആയി. എല്ലാരും ഉറക്കാവ്. ഞാനും ദീദിയും മാത്രം എണീറ്റിട്ടുണ്ട്. ഇപ്പൊ എത്ര തണുപ്പ് ചെയ്തി? 11 ഡിഗ്രി സെൽഷ്യസ്. നമ്മ വരുന്ന വഴിക്ക് 9 എത്തിനായിരുന്നു. ഇപ്പൊ 11 ആയി. അപ്പൊ ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഹായ്നാക്ക് റോഡ് കാണാനാ. എന്റെ മോനെ, നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതും എല്ലാം പറഞ്ഞത് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് ഐസ് ഉണ്ട്, സ്നോ ഉണ്ട് എന്നല്ല കേൾക്കുന്നുണ്ട്. എല്ലാം പ്ലാനും എല്ലാം ചെയ്തത് നമ്മളെ ഏക ബ്രദർ റയാൻ റിയാസ് ആണ്. എന്നിട്ട് 11 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത്തേക്ക് ഓനിതാ അവസ്ഥ നോക്ക്. പാപ്പാ നീ പറ എന്നാ വിണ്ടെന്ന് പറഞ്ഞിരിക്കേ. അങ്ങനെ ഇതാ വെളിച്ചം വന്ന് നമ്മളെ സണ്ണ് വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അവിടുന്ന് വിട്ടു. നൗ ബാക്ക് ടു റോഡ്. ഡ്രൈവർ സ്വിച്ച് ചെയ്ത്. ഡ്രൈവർ വണ്ടി വിടൂ. ഡ്രൈവർ നിന്റെ അപ്പൻ ഓളെ കൂട്ടിലിട്ട് തട്ടി. ഇപ്പൊ എത്രയാ ടെമ്പറേച്ചർ? എത്രയാ ഇപ്പൊ? 12 ഡിഗ്രി സെൽഷ്യസ്. എത്ര ടൈം ഉണ്ടാവും അങ്ങനത്തെ? 1.5 hour. ഇനി ഒരു 1.5 മണിക്കൂർ ഡ്രൈവ്. പിന്നെ നമ്മ അവിടെ എത്തും. ഒരു ക്വിക്ക് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റേഷൻ. നമ്മൾ കേറാൻ തുടങ്ങി.
മുന്നിന്റെ സീറ്റ് 2 റിസർവ്ഡ്. അന്നെ ബാക്കി പിടിച്ചിട്ട് മല കയറുന്ന ഇപ്പൊ കേക്ക് ഒന്നും തിന്നൂല. പപ്പ ഡ്രൈവർ ഫോക്കസ്. അപ്പൊ പപ്പ ഈടോ മറ്റേ 4 വീൽ ഡ്രൈവ് വേണോ വേണ്ടയോ? വേണ്ട. ഓക്കെ. ലോ ഗിയർ, ഹൈ ഗിയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നോർമൽ സലൂൺ കാർസിന് പോകാൻ പറ്റും. നോർമൽ സലൂൺ കാർസിന് പോവാം. ഓക്കെ. ഇപ്പൊ അടിപൊളി വെതർ ആട്ടാ. 8 മണിക്ക് -6 അല്ലേ ആണെന്ന് നമ്മളെ വെതർ ഫോർകാസ്റ്റർ മിസ്റ്റർ റയാൻ റിയാസ് പറഞ്ഞത്. ഇനി അവിടെ എത്തിയിട്ടറിയാം എന്താ അവസ്ഥ. കൊറേ ഹമ്പ് ഈ ഭാഗത്ത്. കുറച്ച് സ്പീഡ് പോവാന്ന് വിചാരിക്കുമ്പോ ഭയങ്കര ഹമ്പ്. ഫിസ, how are you doing? ആ റൂട്ട് മാപ്പ് എന്താണ് കോവിഡ് ഉണ്ടാ? റൂട്ട് മാപ്പ് റബ്ബേ അടിപൊളി അടിപൊളി റോഡാട്ടാ. അടിപൊളി റോഡാട്ടാ. പക്ഷെ എന്താ പറയാ, കുറച്ച് സ്റ്റീപ്പാണ്. ഫോക്കസ് ചെയ്യണം. കേറിയിട്ട് തണുപ്പുണ്ടായാ മതിയേനും. അല്ല അറുച്ചിക്ക് ഐസിൽ കളിക്കണോ? കിടന്നുറങ്ങണേ. നമ്മളെത്തി. അവിടെ കാണുന്ന അത് അവിടെ ഉള്ളത് ഒരു ചെറിയ സ്റ്റോളാ. നമുക്കതിപ്പം കാണാം. ഇതാണ് ജബൽ ഷംസിന്റെ വ്യൂ പോയിന്റ്. അപ്പോ ജബൽ ഷംസ് ഇസ് ദ ഹൈയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഹിയർ ഇൻ ഒമാൻ. സെക്കൻഡ് വരുന്നതാണ് ജബൽ അക്തർ, സെക്കൻഡ് ഹൈയസ്റ്റ്. ജബൽ ഷംസ് ഇസ് ഓൾമോസ്റ്റ് 3028 meters above sea level. പിന്നെ ജബൽ അക്തർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 2900 ഭയങ്കര തണുപ്പ്, 2900 സംതിങ്. പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ നോർമൽ ടൈംസ് നമുക്ക് മസ്കറ്റിൽ സമ്മർ ആണെങ്കിൽ ഇവിടെ ഇറ്റ് വിൽ ബി അറൌണ്ട് 10-20 അത്ര, അതിൽ കൂടൂല. പിന്നെ മസ്കറ്റിൽ വിന്റർ ആണെങ്കിൽ ഇവിടെ ഇറ്റ് വിൽ ബി അറൌണ്ട് 5 to 1 degree. പക്ഷെ ദിസ് ഇയർ ഇവിടെ ഇറ്റ്സ് മാജിക്. ഈ കൊല്ലമാണ് ഇവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ അനുഭവപ്പെട്ടത്. ദാറ്റ് ഈസ് -6 ഐ ഗെസ്. മൈനസിൽ പോയിട്ടുണ്ട്. ഇവിടെ റയാൻ, നമ്മളെ വെതർ ഫോർകാസ്റ്റർ റയാൻ പറഞ്ഞത് ഇവിടെ ഐസ് ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്. ഇവിടെ എത്തി നോക്കുമ്പോ അത്ര വലിയ തണുപ്പുണ്ട്. വെയിലുള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ചാടിക്കോ, ഫോർകാസ്റ്റർ ശരിയില്ല. ഹായ്, നമ്മളെ ചങ്ങായി എത്തി. കാട്ടാട്. ഹായ് ഹായ്. അതിനെ ഫോളോ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാനൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ്. ഇതൊക്കെ ഇവർ വീട്ടിലാക്കുന്ന ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഓൾ ദീസ് ആർ ഹോം മെയ്ഡ് സ്റ്റഫ്. ഹു കിഡ്സ് മേക്ക് ഇറ്റ് ഓർ യു ഓൾ? എവ്രി വൺ. നൈസ്. ഞാൻ എൻ്റെ ജീപ്പിന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതൊന്ന് ഏതെങ്കിലും ഒന്ന്. അങ്ങനെ നമുക്കൊരു സ്പോട്ട് കിട്ടി.
ഇവിടുത്തെ ഐസിൻ്റെ കാര്യവും മറ്റേ സ്നോൻ്റെ കാര്യമെല്ലാം ചോദിച്ചു. അപ്പോൾ ഒരു ഗൈഡിനെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ ആ മേലെ കാണുന്ന ഏരിയയില്ലേ അവിടെയാണ് ഐസ് കാണാൻ കിട്ടുക. ഇറ്റ്സ് റിസർവ്ഡ് ഫോർ ദ ആർമി. ഡിഫൻസിൻ്റെ ആൾക്കാർക്ക് മാത്രമേ അവിടെ ആക്സസ് ഉള്ളൂ. പിന്നെ ഒമാനീസിനും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ലോക്കൽസിന് ഇതാ ഈ ഒരു ഇത് കാണുന്നുണ്ടോ? ഈ ഒരു ഫ്ലാഗ് ഈ വഴിയൊക്കെ കാണാം. ഇതാ ദിസ് വൺ അങ്ങോട്ടൊക്കെ ഉണ്ടാവും. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. അത് എവിടെ കാണുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഫോർ ദിസ് ഏരിയ ഇസ് ഫോർ ട്രെക്കിംഗ് ഓർ ഹൈക്കിംഗ്. അപ്പോൾ ആ ടീമാണ് ഇത് ചെയ്യുന്നത്. ഈ റൂട്ട് ഫുള്ള് ഹൈക്കിങ്ങിനും ട്രെക്കിങ്ങിനും യൂസ് ചെയ്യുന്നത്. ഇത് എനിക്കും ഒരു പുതിയ ഇൻഫർമേഷനാണ്. അടിപൊളി പ്ലേസാ. മോന് കോൾഡ് ഇല്ലല്ലോ ഇപ്പോൾ? ഓക്കേ, ഇതാണ് ആ ലോഗോ. ഇവിടെ ആൾക്കാർ വന്നിട്ട് പോയതിൻ്റെ പേര് സാദ് എൻ്റെ അങ്കിളുടെ വെഞ്ചറാണിത്. ഹീ ഓൺസ് എ ബിസിനസ് ഇൻ ദുബായ് ഫോർ പ്രീകാസ്റ്റിംഗ്. അതിൻ്റെ പേരാണ് സാദ്. ഇത്തുകൊക്കെ ഇവിടെ വന്നിനാ. ആൻഡ് മുസു കുറേ പേരുണ്ട് കേട്ടോ. ഇർഷാദ്, പിന്നെ മാദ്. ദർ ആർ ലോട്ട് ഓഫ് നെയിംസ് ഹിയർ. സ്കൂൾ ഓർമ്മ വന്ന് ലൈക്ക് ലവേഴ്സ് കോളം ഒക്കെ ഉണ്ടാവുമല്ലോ. യു റൈറ്റ് യുവർ നെയിം ആൻഡ് യുവർ ബോയ് ഫ്രണ്ട്സ് നെയിം ഓൺ എ വാൾ ഓർ സംവെയർ വിത്ത് എ ലിറ്റിൽ ഹാർട്ട്. ഓ മൈ ഗോഡ്, ദോസ് ഡേയ്സ്. See, and that is a resort. അതിവിടെ അല്ല പേര് മറന്നുപോയി. വരുന്ന വഴിക്ക് ഭയങ്കര ഓഫ് റോഡിങ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് മറന്നു. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങും. അപ്പോൾ ഞാൻ പേര് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഫുഡിൻ്റെ പരിപാടി എന്താണെന്ന് നോക്കാം. രാവിലെ ഇറങ്ങിയോണ്ട് ഭയങ്കര വിശപ്പ്. യു വാക്കിംഗ് വിത്ത് മീ? എന്തുപോലെ നീ കല്ലിന്ന് നടക്കുന്നാ? വീണ് പോലെ. ഇതാ ഇവിടെ മര്യാദക്കുള്ള റോഡുണ്ട്. ഇതാ ഇടാ. ഓക്കെ, പിന്നെ അവിടെ കാണുന്നുണ്ടോ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ഇവരൊക്കെ ഇന്നലെ രാത്രി ഇവിടെ വന്ന് നിന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങോട്ടേക്ക് നല്ല സ്റ്റീപ്പാന്ന് തോന്നുന്നു. അർഹാനുള്ളതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റൂല. ഓക്കെ, ഇനി ഫിസൻ്റെത് കൊറേ പാൻറ് ഇട്ടോണ്ട് കാലത് വരൂല. ഇനി ആറു ഉണ്ട് എന്റെ കൊറോട്ട. ഇതേ കൊറോട്ട. അതാ യാ മോനെ, ഉപ്പാപ്പനെ വീപ്പിക്കോ ഇപ്പൊ നീ. അതാ ഇതെന്ത് കൊറോട്ടയാ? ഇങ്ങനെ കറാട്ടാ. അതാ എടാ ചവിട്ടല്ലടാ ഉപ്പാപ്പനാ. എന്തായാലും എവിടെ പോകുന്നുണ്ടെങ്കിലും ഓൾവേസ് മെയിൻറ്റെയിൻ ഹൈജീൻ വിത്ത് ഗുഡ് സാനിറ്റൈസർ അല്ലേ? സോഷ്യൽ ഡിസ്റ്റൻസിങ്. യാ, വിത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഓംലെറ്റ് എവിടെ? ഓംലെറ്റ് വരട്ടെ. ഓംലെറ്റ് വലിയ ഇതൊന്നും ഇല്ല കേട്ടാ, വലിയ തണുപ്പൊന്നുമില്ല. വെയിലുള്ളോണ്ടാന്ന് തോന്നുന്നു. വെയിലുള്ളോണ്ട് അങ്ങനെ അറിയുന്നില്ല. 7 ടെമ്പറേച്ചർ 7. പക്ഷെ വെയിലുള്ളോണ്ട് നല്ല സുഖമുള്ള വെയിൽ. ഈ ഒരു ടേസ്റ്റ് ഒരു ഹോട്ടലിലും കിട്ടൂല അല്ലേ? ഈ വിറകിലാന്ന് പ്ലസ് ഉമ്മാന്റെ കയ്യും. എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചെന്ന വണ്ടിയായിരുന്നു. ഇപ്പൊ നോക്ക്, പൂവർ മൈ കാർ. ഇവിടെ വരുന്ന വഴി ഫുള്ള് പാതിയോളം ഫുള്ള് കച്ച റോഡാ, ഓഫ് റോഡ്. സോ എവ്രി വൺ. പക്ഷെ ഇവിടെ ഇതൊന്നും ഇല്ല കേട്ടാ.
4-wheel തന്നെ വേണമെന്ന് അങ്ങനൊന്നുമില്ല. യു ക്യാൻ ബ്രിങ് സലൂൺ കാർസ് ആൻഡ് ഓൾ ടൈപ്പ് ഓഫ് കാർസ്. ഇറ്റ്സ് ഓൾ ലൈക്ക് ദാറ്റ്. സൈഡിൽ എന്താ പറയുക, ബാരിയേഴ്സ് ഒന്നുമില്ല, ഫുള്ള് സ്റ്റീപ്പാ. നമ്മുടെ സൈഡിൽ ജസ്റ്റ് കല്ല് വെച്ച് ഇങ്ങനെ പൊക്കി എന്നല്ലാണ്ട് സേഫ്റ്റി വളരെ കുറവാണ്. ഫുഡ് അടിച്ചിട്ട് കാണാം ഇനി. നമ്മൾ ഈ സ്പോട്ടിൽ ഇപ്പോൾ കുറേ വണ്ടികൾ വരാൻ തുടങ്ങിയേ. ഇതാ ഇപ്പോൾ കുറേ വരുന്നുണ്ട്, കുറേ അതാ ഒന്ന് അവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്, ഫുള്ളാവാൻ തുടങ്ങി. ഓ ഇതാ എന്താ മോനെ? ഓടിക്കോ. 1 2 3. കാലൊടിഞ്ഞി. ജബൽ ഷംസിൽ എത്ര തണുപ്പുണ്ടെന്ന് പപ്പ പറയും. പപ്പക്ക് ചൂടെടുക്കാൻ തുടങ്ങി. അവിടുന്ന് വണ്ടി വരുന്നതുകൊണ്ട് എന്റെ മോൻ ഈ ഫുൾ സാധനം തുള്ളി ഇറങ്ങി. അർഹാൻ, ഇത് ബേബി ഷീപ്പ്. ഓ സോ ക്യൂട്ട് ബേബി ഷീപ്പ്. ഞാൻ നിന്റെ അടുത്ത് വരട്ടെ, എനിക്ക് നിന്റെ അടുത്ത് വരണം. അവിടെ നിന്നോ അർഹാനെ. ഇങ്ങോട്ട് നോക്കിയാ. ഇതെങ്ങി ഇങ്ങനെ നിക്കോ? ഒരാളുടെ കുടുങ്ങി, കല്ലിന്റെ അടുക്ക് കുടുങ്ങി. അർഹാൻ കുടുങ്ങിയാ? പിന്നെ പിന്നെ കരി. അർഹാന് കുടുങ്ങിയതല്ല, എന്തായത്? അർഹാന് കുടുങ്ങിയിട്ടില്ല, സ്റ്റക്കായി. സമയം 12 മണി. നമ്മളെ ചോറ് ഇവിടെ ചൂടാകുന്നുണ്ട്. ഓ അപ്പോൾ അതാ അവിടെ എല്ലാം നല്ല ഉറക്ക്, എല്ലാവരും റെസ്റ്റ് ചെയ്യാം. അപ്പം ഞാനും റയാനും വെറുതെ ഇങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു, ഈ റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക്. റയാൻ നിൽക്കടാ, അവിടെ ഓടുന്നു. കുറേ പോയി കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയാവാനായി. ഈ നമ്മളുടെ അടുത്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായ കുറേ വണ്ടികൾ പോയി. ഓൾമോസ്റ്റ് ഇങ്ങെത്തി. ഇത് നമ്മളെ ഫോളോ ചെയ്ത് കേട്ടോ. ഇതിൻ്റെ അതേ സൗണ്ട് നീ ഇമിറ്റേറ്റ് ചെയ്താ. ഇമിറ്റേറ്റ് എന്ത് ഞാനാക്കി കാണിച്ചത്. पिछले जन्म में मैं बकरी हुआ करती थी और अब मैं इंसान बन गई. वाह वाह वाह.